ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ട്രിവാൻഡ്രത്ത് വന്നിട്ട് ഉള്ള ആദ്യത്തെ വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പം ഞാനിന്ന് സന്തോഷത്തോടെ തുള്ളിച്ചാടി പോവുകയാണ് ഒരു സ്ഥലം വരെ. വൈദിക്ക് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോഴാണ് പുറത്തൊരാൾ വന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു പ്ലിങ്കസിയായി. കാരണം വെച്ചാൽ ഈ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലായില്ലേ, പുറത്താൾ വന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എനിക്കൊരു ചമ്മൽ വന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് നൈസായിട്ട് സ്കൂട്ടായി ഞാൻ എൻ്റെ ബൈക്ക് കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ എടുക്കുന്നത്. കുറേ മാസങ്ങളാണ്, ഡെലിവറി 7-ാം മാസമോ അങ്ങനെ ഞാൻ അമ്മേനെയും വൈദ്യനെയും കൊണ്ട് ലാസ്റ്റ് പോയത്. പിന്നീട് ഞാൻ വണ്ടി എടുത്തിട്ടില്ല, ഇപ്പോഴാണ് എടുക്കുന്നത്. അങ്ങനെ ഞാൻ വിചാരിച്ച സ്പോട്ടിലെത്തി, മറ്റെവിടെയല്ല. ആ വണ്ടി കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഡ്രൈവിംഗ് പഠിക്കാൻ വന്നതാണ് ഗൈസ്. അങ്ങനെ ഞാൻ ടീച്ചറെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറേ സമയം വെയിറ്റ് ചെയ്ത് അവിടെ കുറച്ച് സമയം പോസ്റ്റ് ആകേണ്ടി വന്നു. അടുത്ത് തന്നെ ടീച്ചറെ വീട്. പക്ഷേ എൻ്റെ വീട്ടിൽ നിന്ന് ഈ ഒരു സ്പോട്ടിലേക്ക് എത്താൻ ഏകദേശം 5 കിലോമീറ്റർ എളുപ്പ വഴിയൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ഇലക്ട്രിക് സംഭവം കയറാൻ കുറച്ച് ടൈം എടുക്കും, കയറത്തില്ല. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്ത് ഒടുവിൽ ടീച്ചർ വന്നു. ഞാൻ നൈസായിട്ട് പഠിക്കാൻ തുടങ്ങി. പക്ഷേ വീഡിയോസ് ഒന്നും എടുക്കാനൊക്കെ പേടിയുണ്ടായിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ ഫസ്റ്റ് ടൈം ആണല്ലോ, അവരെങ്ങനെയാണ്, മുൻപ് എനിക്ക് പരിചയമൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് എങ്ങനെയായിരിക്കും എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം എൻ്റെ ഊഴം കഴിഞ്ഞ് അടുത്തത് ഒരു ചേച്ചി പഠിക്കുമ്പോൾ ഞാൻ നൈസായിട്ട് എടുത്ത് പിന്നീട് നമുക്കൊരു ഏകദേശം 1 മണിക്കൂറിൻ്റെ ക്ലാസ് ഉണ്ടായി. ഫസ്റ്റ് ഡേ ആണല്ലോ, അങ്ങനെ വാവയുണ്ടല്ലോ, ഫീഡ് ചെയ്യണമല്ലോ. അങ്ങനെ ഞാൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നേരെ ശാന്തിവളം എത്തിയപ്പം ചേട്ടനെയൊക്കെ വിളിച്ചു. 3 കിലോമീറ്റർ കേട്ടോ, അതായത് പഠിക്കുന്ന സ്ഥലത്ത് നിന്ന് ശാന്തിവളം വരെ. ശാന്തിവളല്ല, വെള്ളായണി ക്ഷേത്രം വരെ. അതോ അവിടെ കാണുന്നതാണ് വെള്ളായണി ക്ഷേത്രം. ഇവിടെ നിർത്തിയതിന് ഒരു കാരണമുണ്ട്. കാരണം വൈദ്യ ഉണ്ടല്ലോ ഇതോ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവനുള്ള സാധനം മേടിച്ചിട്ടാണ് വന്നത്. വൈദ്യ ഞാൻ വരുന്നതും കാത്തിരുന്ന് എൻ്റെ വണ്ടി കണ്ടപ്പോൾ വൈദ്യ ഓടിച്ചാടി വന്നത് കാണാൻ പ്രത്യേക രസമാണല്ലേ. നമ്മളെ മക്കൾ നമ്മളെ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആ സംഭവം, അതൊരു പ്രത്യേക രസം. അപ്പോൾ എനിക്ക് ഗേറ്റ് തുറന്നു തരാൻ നോക്കി, പക്ഷേ അത് നടക്കുന്നില്ല. ഒടുവിൽ ചാച്ചൻ, അതായത് അച്ചാച്ചൻ വന്ന് ഗേറ്റ് തുറന്നു വന്നു. അപ്പോൾ വൈദിക്ക് ഞാൻ ഇത് തുറന്നപ്പോൾ വൈദിക്ക് മനസ്സിൽ എന്തോ സംഭവമുണ്ട്. അങ്ങനെ അവൻ്റെ മഞ്ചാദ്യം എടുത്ത്, പിന്നെ പാപ്പം കണ്ടപ്പോൾ അത് വേറെ എന്തെങ്കിലും സാധനമായിരിക്കും. അവിടെ നന്ദോട്ടൻ എന്തോ ടീഷർട്ട് എന്തോ ഉണ്ടോ അവൻ വിചാരിച്ചു. അവനുള്ളതെല്ലാം നിറച്ച് അവൻ എടുക്കാതെ പോകാൻ നിന്നു. പിന്നീട് അത് അവൻ്റെതാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവനതെടുത്ത് ഡിക്കി ക്ലോസ് ചെയ്ത്, വണ്ടിയുടെ സീറ്റ് അടച്ചു. ഞാൻ താക്കോലെടുത്തു. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ എന്ന് വിചാരിച്ചതാണ്. ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ അവസാനിക്കാൻ പറ്റത്തില്ല ഗൈസ്. കാരണം നൈറ്റ് ഞാൻ നന്ദോട്ടനപ്പുറം പുറത്ത് ഇറങ്ങിയായിരുന്നു. അപ്പോഴാണ് ഈ കാവടി അത് ഞാൻ കണ്ടപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ കാവടി ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടാകും, അറിയത്തില്ല. പക്ഷേ അങ്ങനെ പുറത്തങ്ങനെ അമ്മയല്ലേ ഉള്ളൂ, വേറെ പുറത്ത് പോകാനൊന്നും എപ്പോഴൊന്നും ഇങ്ങനെ രാത്രിയൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ നൈറ്റ് ഔട്ട് ഇറങ്ങിയപ്പോഴാണ് ഈ സംഭവം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ അയ്യോ എന്താ ഇങ്ങനെ ഒരു മുമ്പ് ഇവിടെ ട്രിവാൻഡ്രത്ത് കണ്ടിട്ടുണ്ട്. എന്നായിരുന്നാലും കാണുമ്പോൾ നമുക്കൊരു പേടിയാണ്. പക്ഷെ അവരത്രയും വ്രതശുദ്ധിയോടെ എടുക്കുന്നത് കൊണ്ടായിരിക്കും അവർക്ക് പെയിനോ കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. എന്തെങ്കിലും അവരെ പ്രാർത്ഥന ദൈവം കാണട്ടെ, കേൾക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതായിരിക്കും ടാറ്റാ, ബൈ.